അപ്പൊ ഇപ്പോ കേരളത്തിലെ CPM ആ പ്രീണന നയവുമായി പോവുകയാണ്. ഇപ്പോ അവരുടെ ഭൂരിപക്ഷ വർഗീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലെന്നേ, ഞങ്ങൾ അദ്ദേഹത്തോട് അയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ അവരുടെ നിലപാട് അവർക്കെടുക്കാം. അതൊരു സമുദായ സംഘടനയാണ്, അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഗുരുതരമായ ഒരു പ്രസ്താവന അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് ഉണ്ടായത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം വിമർശിക്കുന്നത് CPIM-നെയാണ്. CPIM കൂടുതൽ കൂടുതൽ വലതുവൽക്കരിക്കപ്പെടുന്നു, വലതുപക്ഷത്തേക്ക് പോകുന്നു. അതുമാത്രമല്ല, CPIM ഭൂരിപക്ഷ വർഗീയതയുമായി കൂട്ടുകൂടുന്നു. ഇതാണ് CPIM-നെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനം. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു വിമർശനം ഉയർത്തുന്നത്? LDF സർക്കാരിനെ CPIM-നെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനകൾ, ഭൂരിപക്ഷ സമുദായ സംഘടനകൾ രംഗത്ത് വന്നു. അതിലൊന്ന് NSS ആണ്, മറ്റൊന്ന് SNDP ആണ്. NSS നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF സർക്കാരിനോടൊപ്പമാണ്, CPM-നോടൊപ്പമാണ് എന്ന്. അതിന് NSS-ൻ്റെതായ ന്യായീകരണമുണ്ട്. വലിയ പ്രതിഷേധം NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. കട്ടപ്പയോടും ഒക്കെയാണ് ഉപമിക്കുന്നത് സുകുമാരൻ നായരെ. എന്നിട്ടും സുകുമാരൻ നായർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, പ്രതിഷേധിച്ചോളൂ, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. ആ പ്രതിഷേധമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ. സമദൂരമാണ് ഞങ്ങളുടെ നയം. ആ നയത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്. ആ ശരിദൂരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച NSS-ന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവുമില്ല. എന്തൊക്കെ പ്രതിഷേധം വന്നാലും ആ പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വളരെ സ്പഷ്ടമായി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നു. അവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. NSS-ന്റെ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. ആ പ്രഖ്യാപനത്തെക്കുറിച്ച്, NSS-ന്റെ നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ UDF-ന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ CPIM വലതുവൽക്കരിക്കപ്പെടുന്നു, കൂടുതൽ വലതുപക്ഷത്തേക്ക് പോകുന്നു, ഭൂരിപക്ഷ വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്ക്. ആരുമായിട്ടാണ് ഇപ്പോൾ കൂട്ടുകൂടുന്നത്? NSS-ഉമായി. എന്ന് വെച്ചാൽ NSS ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. വലിയ അപകടകരമായ പ്രസ്താവനയാണ് വി ഡി സതീശനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. NSS ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകർക്ക് ആ അഭിപ്രായമുണ്ടോ? UDF-ലെ ഘടകകക്ഷികൾക്ക് ആ അഭിപ്രായമുണ്ടോ? അവരത് വ്യക്തമാക്കേണ്ടി വരും ദിവസങ്ങളിൽ. CPIM-നെ വിമർശിക്കാൻ NSS-നെ വർഗീയ സംഘടനയാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്, പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായം പറയേണ്ട വിഷയമാണ് അത്. ചെറുതല്ല, വലിയ വിഷയമാണ്. NSS-നെ വർഗീയ സംഘടനയാക്കുന്ന പ്രതിപക്ഷ നേതാവ് SNDP-യെയും വർഗീയ സംഘടനയായി പ്രഖ്യാപിക്കുന്നുണ്ട്. കുറച്ചുകൂടി കടത്തി പറയുന്നുണ്ട് SNDP-യെ കുറിച്ച്, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതും കൂടി കേൾക്കാം. പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആള്, മറ്റു മതങ്ങളെ കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ, അവരെല്ലാം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി. വർഗീയ വിദ്വേഷം പടർത്തുന്ന ആളെ എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഏതാണ് സാഹചര്യമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നത് മുഖ്യമന്ത്രിയുടെ കാറിലാണ്. അത് മനസ്സിൽ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എഴുന്നള്ളിച്ച് നടക്കുന്നു എന്ന്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളാണ്. SNDP വർഗീയ സംഘടനയാണ് എന്ന് മാത്രമല്ല, SNDP-യുടെ ജനറൽ സെക്രട്ടറി വർഗീയ വിദ്വേഷം പടർത്തുന്ന ആളാണ് എന്നുകൂടി പറയുന്നു പ്രതിപക്ഷ നേതാവ്. ഇതിലും എന്താണ് അഭിപ്രായം കോൺഗ്രസ് നേതാക്കളുടെ? എന്താണ് അഭിപ്രായം UDF-ന്റെ ഘടകകക്ഷികളുടെ? വലിയ പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെയും NSS ജനറൽ സെക്രട്ടറിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം NSS-നകത്ത് പ്രതിഷേധം ഉയർന്നു വരും.
NSS എന്താണ് എന്നും എവിടെയാണ് നിൽക്കുന്നത് എന്നും NSSന്റെ ചരിത്രം എന്താണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത്തരമൊരു സംഘടനയാണ് വർഗീയ സംഘടനയോട് ഉപമിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. NSSന്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ളൊരു സംഘടനയാണ് വർഗീയ സംഘടനയായി പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ നേതാവ്. ഈ നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണോ UDFന്റെ നിലപാടാണോ? കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായം പറയേണ്ടതുണ്ട്. UDFന്റെ ഘടകകക്ഷി നേതാക്കളും അവരുടെ അഭിപ്രായം വ്യക്തമാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകളുടെയും വലിയ പ്രതിഷേധത്തിന് ഇരയാകും UDFും കോൺഗ്രസും.